ഇന്ന് നമ്മളൊരു പ്രോൺസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ കടുക്, ഉലുവ ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഒന്ന് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഒരു തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി വരണ്ട് വരുമ്പോൾ സൈഡിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഇട്ട് കൊടുക്കണം. പുളിവെള്ളം ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഈ പ്രോൺസ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷം അത് നല്ലൊരു തിള വരുന്ന സമയത്ത് നമ്മൾ ഈ പാല്, എന്താ പറയുക, തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക. അത് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ച് വേറെ ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ സവോളയും കറിവേപ്പിലയും കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ട് അതിനെ ഇതിൻ്റെ മേലേക്ക് കൊട്ടുക. സോ നമ്മുടെ പ്രോൺസ് കറി റെഡിയാണ്. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.